ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ജാക്ക് റോസിനെ വരച്ചത്, അല്ലെങ്കിൽ ടൈറ്റാനിക് മഞ്ഞുമലയിൽ കൊണ്ട് ഇടിച്ചതൊക്കെ അല്ലേ. എന്നാൽ ടൈറ്റാനിക് മഞ്ഞുമലയിൽ കൊണ്ട് ഇടിച്ച സമയത്ത് വേറൊരു രസകരമായ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ചാൾസ് ജോക്കിൻസ് പറഞ്ഞിട്ടൊരു ചീഫ് ബേക്കർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ബ്രെഡ് ആൻഡ് ബേക്കറി സെക്ഷൻ്റെ ഹെഡ്. പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ പുള്ളിക്കാരൻ 24 മണിക്കൂറും വെള്ളത്തിലാണ്. അതായത് പുള്ളിക്കാരൻ എപ്പോഴും നല്ല രീതിക്ക് മദ്യം കൺസ്യൂം ചെയ്തായിരുന്നു. ഈ മഞ്ഞുമലയിൽ കൊണ്ട് ഇടിച്ചതിന് ശേഷം ഷിപ്പ് മുങ്ങാറായപ്പോൾ പുള്ളിക്കാരൻ ജീവിതം പോലും നോക്കാണ്ട് ബാക്കിയുള്ള രക്ഷിക്കാനുള്ളതിലായിരുന്നു പുള്ളിക്കാരൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം. 10ാം നമ്പർ ലൈഫ് ബോട്ടിൽ കയറേണ്ട ആളുടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് അവിടേക്ക് സ്ത്രീകളെയും കുട്ടികളെയും കയറ്റി രക്ഷപ്പെടുത്തി. ലൈഫ് ബോട്ടിൽ പോണ ആൾക്കാർക്ക് ബ്രെഡ് അപ്പം ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം തനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായതിനു ശേഷം പുള്ളിക്കാരൻ്റെ ക്യാബിനിൽ പോയിട്ട് കുറച്ചും കൂടെ വിസ്കി എടുത്ത് കൺസ്യൂം ചെയ്തു. അങ്ങനെ ഷിപ്പിൻ്റെ കൂടെ ആൾ മുങ്ങിപ്പോയി. അത്ഭുതം എന്ന് പറയട്ടെ, 10-15 മിനിറ്റ് മാത്രമാണ് -2°C മനുഷ്യർക്ക് ആർട്ടിക് ഓഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് 2 hours സർവൈവ് ചെയ്തു. ഇതിനെല്ലാം ശേഷം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൺസ്യൂം ചെയ്ത ആൽക്കഹോളാണ് പുള്ളിക്കാരനെ ഹൈപ്പോതെർമിയയിൽ നിന്ന്, അതായത് ആ തണുപ്പിൽ നിന്ന് മരിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കള്ളുകൂടി കാരണം മരിച്ച ആൾക്കാരെ നമുക്കറിയാം. കള്ളുകൂടി കാരണം രക്ഷപ്പെട്ട ഒരാളെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.